ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റു. എന്താ പറയുക, എണീറ്റു കേട്ടോ. എനിക്ക് വയ്യ. ഒന്ന് പീരീഡ്സിൻ്റെ ഒരു 3-ാം ദിവസം ആയതേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നല്ല വയ്യായികയുണ്ട്. അഷറു കടയിൽ പോയിക്കാണ് പാലൊക്കെ മേടിക്കാൻ. അപ്പം ഞാനൊന്ന് പല്ലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിടാം. ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ, മഴ ഉണ്ടായിന്ന് തോന്നുന്നു ഇന്നലെ. പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എന്താ പറയുക, ഒരുപാട് പണികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ ലോങ് വീഡിയോയിലും പറയാറുണ്ട്, നമ്മളെന്നും ഷോർട്സൊക്കെ ഇടാറില്ലേ, അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കിവിടെ കാണിക്കാനൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. സംസാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് നേരം എന്നോട് ചോദിച്ചിട്ടുണ്ടായി കാസർഗോഡ് എവിടെയാണ് വീട് എന്നുള്ളത്. ഞാൻ കാഞ്ഞങ്ങാടാണ് കേട്ടോ. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത്. അതേപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല സ്ഥലമാണല്ലോ, ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായി. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്തല്ല, ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിലാണ്, പെരുമ്പാവൂരിനടുത്ത്. ഞാൻ പ്രോപ്പർ സ്ഥലപ്പേര് പറയുന്നില്ല. പെരുമ്പാവൂരിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കാട്ടോ. ഇപ്പം എന്നെ ഫസ്റ്റ് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഞങ്ങൾ ആലുവയിലായിരുന്നു. അവിടെ നിന്ന് മാറിയേ ഇപ്പം ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു വെങ്ങോല എന്നൊക്കെ പറയും, ആ ഒരു ഏരിയയിലാട്ടോ. ഇത് കുറച്ചൊരു ഉള്ളിലേക്കുള്ളൊരു ഏരിയയാണ്. അടിപൊളി സ്ഥലം കേട്ടോ. കുറച്ചൊരു എന്താ പറയുക, പ്രകൃതി രമണീയം എന്ന് പറയില്ലേ, ഞങ്ങൾ മുന്നേ നിന്ന സ്ഥലമാണ്. അതുപോലെ ആയിരുന്നു. ഈ പ്രകൃതി ഞങ്ങൾ വിട്ടങ്ങ് പോകണില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അങ്ങനെ കേട്ടോ, ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞാണേ. എന്തേ, ഗുഡ് മോർണിംഗ്. ഹായ് പറ, ഒരു ഹായ് പറടി. ഹായ് എങ്ങനെ പറയാ, അത് കാണിക്ക. നീ ഒരു ഹായ് പറ, ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. പിന്നെ രാവിലെ ഞങ്ങളിങ്ങനെ ന്യൂസ് കാണും കേട്ടോ. അങ്ങനെ ഇന്ന ചാനലൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ ഒരു ചാനൽ വെക്കും. അതൊരു ശീലമാണ്. രാവിലെ എണീറ്റ ന്യൂസ് കാണും. ഇവിടെ ഇപ്പോൾ ഇത് നമ്മുടെ ജന്തർ മന്ദറിലെ പ്രതിഷേധമാണ് പറയണത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യേ. അതേപോലെ ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി അങ്ങനെ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. എടാ, ആർക്കെങ്കിലും ഈ ചെടിയുടെ പേരറിയാവോ? എന്താ രസമില്ലേ കാണാൻ? ഇതൊന്നും ഞാൻ വെച്ചല്ല കേട്ടോ, ഇവിടുത്തെ ചേച്ചിയുടെ ചെടികളാണ്. കണ്ടോ, നല്ല രസമില്ലേ? പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എനിക്ക് അതിൽ വന്നൊരു കമൻ്റായിരുന്നു, ചാനൽ തുടങ്ങിയിട്ട് എത്രയായി, അതേപോലെ 1K സബ്ബായോ, മോണിറ്റൈസേഷൻ ആയോ എന്നൊക്കെ. എടാ, മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതിനിയും ഒരുപാട് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന് കാരണം വരുന്നില്ല, നമ്മൾ കൂടുതൽ ഷോർട്സിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ലോങ് വീഡിയോസ് വല്ലപ്പോഴും ഇടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാരണമുണ്ട്. പിന്നെ 1K ആയത്, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്, യൂട്യൂബ് എനിക്കൊരു 2-3 വർഷമൊക്കെ ആയിട്ട് യൂട്യൂബ് ഉണ്ട്. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. അതായത് വല്ലപ്പോഴും എൻ്റെ ഒരു മൂഡൊക്കെ പോലെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാറുണ്ടായത്. വലിയ ആ യൂട്യൂബിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയതെന്ന് വെച്ചാൽ, ഈ വർഷം എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ അതായിരുന്നു, യൂട്യൂബിലൊന്ന് ആക്റ്റീവ് ആവണം എന്നായിരുന്നു.
അങ്ങനെ ഈ 2026 തൊട്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ട് അങ്ങ് തുടങ്ങിയത്. പിന്നെ 1K ആയത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം കൊണ്ടെന്ന് വെച്ചാൽ മാസക്കണക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് 1K അടിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4-5 മാസത്തിനുള്ളിൽ അടിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ എൻ്റെയും എൻ്റെ ഹസ്ബൻഡേയും വെച്ചൊരു കപ്പിളിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായി. ആ ഷോർട്സ് അത്യാവശ്യം റീച്ചായി. അതിൽ നിന്നാണ് എനിക്ക് 1K അടിച്ചത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് 1K ആയത്. പിന്നെ കുറേ കാലം ആ 1K ഒരു അനക്കും ഉണ്ടായില്ല. പിന്നെ ഇങ്ങനെ പതിയെയാണ് സബ്ബൊക്കെ കൂടിയത്. അതങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ പെട്ടെന്നൊന്ന് റീച്ചാവും. നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് റീച്ചാവും. അപ്പം നമുക്ക് സബ്ബൊക്കെ അങ്ങ് കൂടി. ഉപ്പുമാവ് റെഡി. ദായിഷിൻ്റെ ഉപ്പുമാവാണ് ഗൈസ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. നല്ല തലവേദന ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടല്ലേ അല്ലേ? അതെ. ഇത് പക്ഷെ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം കാണിക്കുമ്പോഴൊന്നും കാണിക്കാം. അങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ഡേ ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ വർക്ക് ഉണ്ടാകുമ്പോൾ വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ ഇനി പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. ഞാൻ ഹെൽത്ത് കുറച്ച് വീക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും റെസ്റ്റായിരിക്കും അങ്ങനെയൊക്കെ. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട് ഗൈസ്. വീഡിയോ ഒന്ന് ഇടയിൽ വെച്ച് മറന്നുപോയി. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കടയിലൊക്കെ പോയിട്ടോ. അപ്പം അതൊക്കെ മറന്നുപോയി, എടുത്തില്ല ഗൈസ്. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ചവർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് ആണ് ടൈം, മറന്നുപോയി. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ നിർത്താം കേട്ടോ. അപ്പം ശരി.